മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രം. വളരെയേറെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു JC ഡാനിയലിനും ഇതിലെ നായികയായ PK റോസിക്കും ഈ സിനിമ യാഥാർത്ഥ്യമാക്കുവാൻ. അവർക്കും മലയാള സിനിമയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞുവെച്ച മറ്റ് കലാകാരന്മാർക്കും കലാകാരികൾക്കുമുള്ള ഒരു പ്രണാമം കൂടിയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ പരിപാടി. കറുപ്പും വെളുപ്പും പിന്നെ കുറച്ച് കളറും. ബാലാരിഷ്ടതകൾ നിറഞ്ഞതായിരുന്നു മലയാള സിനിമയുടെ ബാല്യകാലം. കടമെടുത്ത കഥകളും ഗാനങ്ങളും അന്യഭാഷാ നടീനടന്മാരും. 50കളിൽ ഇറങ്ങിയ നീലക്കുയിലിനും ജീവിത നൗകയ്ക്കും ശേഷമാണ് മലയാള സിനിമയ്ക്ക് തനതായ വ്യക്തിത്വം കൈവന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അതിനുശേഷം മലയാള സിനിമയുടെ തേരോട്ടം തുടങ്ങുകയായിരുന്നു. അവരുടെ ജീവിതത്തിൽ ആദ്യം കടന്നു വന്ന ഒരു പ്രമുഖ വ്യക്തി ഒരു സകലകലാവല്ലഭനായിരുന്നു. മലയാള സിനിമയിൽ ഏറെ കാലം ഭീഷ്മപിതാമഹനായി നിറഞ്ഞു നിന്ന ടിപ്പുശ്രീ സുകുമാരൻ നായർ. മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ. മലയാള സിനിമയിലെ വഴിത്തിരിവായ ആദ്യത്തെ സൂപ്പർ ഹിറ്റായ ജീവിത നൗകയിലെ നായകൻ. ആദ്യം നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് ഒരു ചുഴലക്കാട്ടിലേക്കാണ്. അവിടെ പോയാൽ കാണാം രാജാ ഹരിശ്ചന്ദ്രനെ. നശ്വരമായ ജീവിതത്തിന്റെ നേർക്കാഴ്ചയായ ഒരു ഗാനരംഗം കാണാം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ. സത്യന്റെ സിംഹാസനം. അധികാരത്വം നിറഞ്ഞ അഭിനയം കൊണ്ട് മറ്റു നടന്മാർ തിരശ്ശീലയിൽ നിറഞ്ഞാടിയപ്പോൾ സ്വാഭാവിക അഭിനയം കൊണ്ട് കാലങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ച മഹാനടൻ. സജീവമായിരുന്ന 2 പതിറ്റാണ്ടിനുള്ളിൽ പ്രഗത്ഭരായ പല എഴുത്തുകാരുടെയും ശക്തമായ കഥാപാത്രങ്ങൾക്ക് തിരശ്ശീലയിൽ ജീവൻ നൽകി സത്യൻ മാഷ്. ഓടയിൽ നിന്നിലെ പപ്പു, കടൽപ്പാലത്തിലെ അച്ഛനും മകനും, ചെമ്മീനിലെ പണിയും, യേശിയിലെ ശ്രീനിയും, തച്ചോടിയോടയും, കായങ്ങളും കൊച്ചുണ്ണിയും സത്യൻ മാഷ് അഭിനയിച്ച് അനശ്വരമാക്കിയ ചില കഥാപാത്രങ്ങൾ മാത്രം. ശാരദ തെലുങ്ക് നാട്ടിൽ നിന്ന് വന്ന് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ദുഃഖപുത്രിയായി മാറിയ ശാരദ. 2 ദേശീയ അവാർഡുകളാണ് ഈ മഹാനടി നമ്മൾ മലയാളത്തിൽ നൽകിയത്. കാണാം സത്യനും ശാരദയും.
പ്രേം നസീർ. മലയാളിയിൽ നിന്നും ഹൃദയത്തിലിട്ട് താലോലിക്കുന്ന ഒട്ടനവധി ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഗാനങ്ങൾക്ക് തിരശ്ശീലയിൽ ചുണ്ടനക്കിയ കാമദേവൻ. മലയാളിയുടെ കാമുക സങ്കല്പങ്ങൾക്ക് മനുഷ്യരൂപം കൊടുത്ത നടൻ, ഒരു നല്ലൊരു മനുഷ്യ സ്നേഹി, അതായിരുന്നു നസീർ സാർ. ഒട്ടനവധി റെക്കോർഡുകളുടെ ഉടമയാണ് നസീർ സാർ. ലോക സിനിമയിൽ ഒരിക്കലും തകർക്കാൻ പറ്റാത്ത റെക്കോർഡുകൾ. ഏറ്റവും കൂടുതൽ സിനിമയിൽ നായകനായി അഭിനയിച്ച നടൻ. 80 നായികമാരോടൊപ്പം 700ഓളം സിനിമയിൽ നായകനായി അഭിനയിച്ചു നസീർ സാർ. ഒരു കൊല്ലം ഏറ്റവും കൂടുതൽ സിനിമയിൽ നായകനായി അഭിനയിച്ച നടൻ. 130ഓളം സിനിമകളിൽ ഒരു കൊല്ലം. ഒരേ നായികയോടൊപ്പം ഏറ്റവും കൂടുതൽ സിനിമയിൽ നായകനായി അഭിനയിച്ച നടൻ. ഷീലയോടൊപ്പം 130 സിനിമകളിൽ. നസീർ ഷീല അതുപോലെ ഒരു താര ജോഡി ലോക സിനിമയിൽ വേറെ ഉണ്ടായിട്ടുണ്ടാവുമോ എന്ന് സംശയമാണ്. ഷീല കത്തമ്മയായും കണ്ണിച്ചെല്ലമ്മയായും നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഷീല. എവിടുന്നാണ് ശബ്ദം? ആ കുന്നിൽ ചെരുവിലൂടെ ആടുകൾ മേച്ചു വരുന്നത് മിസ്റ്റർ രമണനല്ലേ? രമണനാണെങ്കിൽ ആ കൂടെ ചന്ദ്രികയും കാണുമായിരിക്കും. ജീവിതത്തിലേക്ക് 1970-ൽ നടന്നു വന്നു. ആദ്യം ഒരു വില്ലനായി, പിന്നെ ഒരു നായകനായി. ജയൻ അതുപോലെയുള്ള മലയാളി നായക സങ്കല്പങ്ങളെ തിരുത്തിയെഴുതിയ, അക്കാലത്തെ യുവാക്കളുടെ ഹരമായി മാറിയ മലയാളത്തിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ. അതിവേഗം കത്തിച്ചൊലിച്ച് അതിവേഗം കത്തിയമർന്ന ശുക്രനക്ഷത്രം. താൻ ചെയ്യുന്ന കലയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലികൊടുത്ത ഇന്ത്യൻ സിനിമയിലെ രക്തസാക്ഷി. അക്കാലത്ത് ജനിച്ചു വളർന്ന മറ്റു കുട്ടികളുടെ മേശകളിൽ എന്ന പോലെ നാട്ടിൽ എന്റെ മേശയിലുമുണ്ട് ജയന്റെ നിറം മങ്ങിയ സ്റ്റിക്കറുകൾ. ജയന്റെ സ്റ്റിക്കറുകൾക്ക് നിറം മങ്ങിയാലും ആ തലമുറയുടെ മനസ്സിനുള്ളിൽ ഇന്നും ആ നടന്റെ ഓർമ്മകൾ നിറം മങ്ങാതെ കിടപ്പുണ്ടാവും. മറ്റു കുട്ടികൾ ഡോക്ടറും എഞ്ചിനീയറും കളക്ടറും വക്കീലും ഒക്കെ അവൻ മോഹിച്ചു നടന്നിരുന്ന കാലത്ത് കുതിരകളെ മസാജ് ചെയ്യുന്ന ഒരു മസാജ് തെറാപ്പിസ്റ്റാണ് എന്നെ മോഹിപ്പിച്ചത്. ശരവഞ്ചരത്തിലെ ജയനും ജയനെ കൊതിയോടുകൂടി നോക്കി നിൽക്കുന്ന ഷീലാമിയുമായിരുന്നു. നമ്മൾ പോവുകയാണ് നിറങ്ങളുടെ നാട്ടിലേക്ക്. ഐ വി ശശി സിനിമകളിലൂടെ ശക്തമായ സ്ത്രീകഥ
സീമ. നമ്മുടെ ഈ സ്റ്റേജിൽ കാണുന്ന PK രാമദാസ് എന്ന വൻമരത്തിന് ചുറ്റും കണ്ണുകൾ കൊണ്ട് അവർ കഥ പറയും. സീമയും ജയനും. അനുഭവങ്ങൾ പാലിച്ചത് സത്യനും ശീലയും നസീറും തുടങ്ങിയ വൻ താരത്തിലേക്ക് മെലിഞ്ഞൊരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. വേഷത്തിൽ പതിറ്റാണ്ടുകൾക്കിപ്പുറം മലയാള സിനിമ എന്ന തോണിയെ കാറ്റിലും കോളിലും വലയാതെ അതിന്റെ അമരത്തിൽ നിന്നും അതിനെ നയിക്കുന്ന മലയാള സിനിമയുടെ കപ്പിത്താൻ 9 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾ മുതൽ 90 വയസ്സുള്ള വൃദ്ധന്മാർ വരെ സ്നേഹത്തോടെ മമ്മൂക്ക എന്ന് വിളിക്കുന്ന മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി 3 ദേശീയ അവാർഡുകൾക്കും 6 സംസ്ഥാന അവാർഡുകൾക്കും ശേഷം ഇന്നും ഈ 72-ാം വയസ്സിലും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു തന്റെ ഓരോ സിനിമയിലൂടെയും ഈ മഹാനടൻ. MT വാസുദേവൻ നായരുടെയും YK മുഹമ്മദ് ബഷീറിന്റെയും അടൂർ ഗോപാലകൃഷ്ണന്റെയും ഹരിഹരന്റെയും പത്മരാജന്റെയും ലോഹിതദാസിന്റെയും ശക്തമായ തിരശ്ശീലയിൽ ജീവൻ നൽകാൻ മമ്മൂട്ടി എന്ന മഹാനടൻ ഉണ്ടായിരുന്നു എന്നതാണ് നമ്മൾ മലയാളികളും കലാകാരവും ചെയ്ത മഹാവാക്യം. എത്രയെത്ര അവിസ്മരണീയമായ കഥാപാത്രങ്ങൾ നമ്മളെ ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച, കരയിപ്പിച്ച, കോർവേർ കൊള്ളിപ്പിച്ച, തേജസ്സുറ്റ, ഓജസ്സുറ്റ, കരുത്തുറ്റ കഥാപാത്രങ്ങൾ. വരൂ എന്നോടൊപ്പം അങ്ങ് വടക്കൻ കേരളത്തിലേക്ക് കാണാം MT വാസുദേവൻ നായരുടെ നല്ലവനായ ചന്തുവിനെയും വാളിനേക്കാൾ മൂർച്ചയുള്ള നാക്കുകൊണ്ടും നോക്കുകൊണ്ടും വാക്കുകൊണ്ടും സൗന്ദര്യം കൊണ്ടും ചന്തുവിനെ ചതിച്ചു തോൽപ്പിച്ച് ഉള്ളിവാച്ചു.
അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. 1978 ഒരു സൈക്കിൾ തന്റെ ശരീരത്തിന്റെ ഓരോ മാത്രകളിലെയും പ്രേക്ഷക ലക്ഷങ്ങളെ വിസ്മയത്തിൽ പിടിച്ചു നിർത്തുന്ന സൂക്ഷ്മാഭിനയത്തിന്റെ തമ്പുര നടന വിസ്മയം, ദ കംപ്ലീറ്റ് ആക്ടർ, പത്മഭൂഷൺ മോഹൻലാൽ. ഇവിടുത്തെ കുട്ടികളുടെ സദസ്സിൽ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള നടൻ ആരാണ്? പലരും ഇന്ന് സദസ്സിലുണ്ട്. 15 കുട്ടികളും പറഞ്ഞ പേര് മോഹൻലാൽ എന്നായിരുന്നു. ലൂസിഫറും ദൃശ്യവും പുലിമുരുകനൊക്കെ കണ്ട് ഈ കുട്ടികൾ നടന വിസ്മയത്തിന്റെ ഫാനായി മാറിയെങ്കിൽ മോഹൻലാൽ എന്ന നടനെ നമ്മുടെ ലാലേട്ടനാക്കിയ, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാക്കിയ, കിരീടവും കിലുക്കവും ദശരഥവും ചിത്രവും ഒക്കെ കണ്ടു വളർന്ന നമ്മുടെ കാര്യം പറയാനുള്ളത്. ഈ നടന്റെ ഓരോ കഥാപാത്രങ്ങളിലും തങ്ങളെ തന്നെ കണ്ടു ഓരോ ശരാശരി മലയാളികൾ. ഈ നടന്റെ ഓരോ അഭിനയ മുഹൂർത്തങ്ങളും തങ്ങളുടെ ജീവിതത്തിന് നേരെ പിടിച്ച കണ്ണാടിയായി കണ്ടു ഓരോ മലയാളികൾ. നമ്മുടെ കാറിന്റെ നമ്പർ പ്ലേറ്റിൽ ഒരു നടന്റെ പേര്, ആ പേര് ലാലേട്ടൻ എന്നാവുന്നു. ധാരാവി ഒറ്റരാത്രി കൊണ്ട് ഒഴിപ്പിച്ചെന്ന് പറയുമ്പോൾ, അദ്ദേഹത്തിന്റെ മടയിൽ പോയി പാട്ട് പഠിച്ചെന്ന് പറയും, നമ്മൾ അതിന് കൈയടിക്കും. തലമുറകൾ അത് പറഞ്ഞത് ലാലേട്ടനാവുമ്പോൾ നമ്മൾ മലയാളികൾ മറ്റാരെക്കാളും നന്നായി മുട്ടുമടക്കി കുത്തും, മീശ പിരിക്കും. അത് നമുക്ക് കാണിച്ചു തന്നത്, നീ പോമോനെ ദിനേശ.
Yeah.